അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് എഴുതി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഗുരുവായൂരിൽ ബിഗ് ബോസ് താരവും മറ്റേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും ഒക്കെയായ ജാസ്മിൻ ജാഫർ അവരവിടെ വരുന്നു, റീൽസ് ചിത്രീകരിക്കുന്നു, അവിടെ ക്ഷേത്രക്കുളത്തിലിറങ്ങി കാല് വൃത്തിയാക്കുന്നു. ഇതെല്ലാം വന്നു. അപ്പോൾ അത് വലിയ വിവാദമായി. ഗുരുവായൂർ ദേവസ്വം ഇടപെട്ട് അവിടെ ശുദ്ധിക്രിയ നടത്തുന്നു. യഥാർത്ഥത്തിൽ ഈ വലിയൊരു പ്രചരണം ഇപ്പോൾ നടക്കുകയാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നത് എന്നുള്ളത്. വാസ്തവത്തിൽ ആ വിവാദത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട്? എന്താണ് സാർ നിരീക്ഷിക്കുന്നത്? എന്താണ് എൻ്റെ ഇതിനകത്ത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന യുവതി അവര് ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകി എന്നുള്ളതല്ല പ്രശ്നം. അത് അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം ഇല്ല എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് റീലെടുക്കുക എന്നുള്ളതാണ് പ്രശ്നം. അത് കോടതി വിധിക്കെതിരാണ്. ഈ റീലുകൾ എടുക്കുന്നതിനെതിരായിട്ട് കോടതിയുടെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളും അവരെ സംബന്ധിക്കുന്ന കോടതി വിധികളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നെ കാണേണ്ടത്. ശരിക്കതാണ്. മറിച്ച് ശബരിമലയെ സംബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമുണ്ട്. അത് ഇതിൽ മാത്രമല്ല, ആദ്യകാലത്തുണ്ടായിട്ടുള്ള പരിശ്രമം ശബരിമലയെ സംബന്ധിച്ചാണ്, പിൽക്കാലത്ത് ധർമ്മസ്ഥലയെ സംബന്ധിച്ചു വന്നു, ഇപ്പോൾ ഗുരുവായൂരിനെ സംബന്ധിച്ചു വന്നു. ഇതെല്ലാം ഒരു തർക്കഭൂമിയാണെന്നുള്ള വരുത്തി തീർക്കുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ പലരുടെയും ഭാഗത്തു നിന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നിർഭാഗ്യവശാൽ അതിന് വളം വെച്ചു കൊടുക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ വിഷയത്തിൽ വലിയ പങ്കുണ്ട്. എങ്ങനെയാണോ ഒരു സ്ത്രീ അവിടെ ഇറങ്ങിയിട്ട് റീലെടുക്കാൻ തയ്യാറായത്? അവർക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താരാണ്? അതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലേ? അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലേ? അവർക്ക് പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അവർ വെറുതെ കയറിയിട്ട് അവിടെ റീലെടുക്കുക, അതിനുശേഷം കാല് കഴുകി തിരിച്ചു പോകുന്നല്ലോ ചെയ്യുക. അങ്ങനെ വന്നതിനകത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വലിയ പങ്കുണ്ട്. അത് ഇതിൽ മാത്രമല്ല, ഇപ്പൊ ശബരിമലയിലെ യുവതീ പ്രവേശനം ഉണ്ടായല്ലോ. ആ ചില യുവതികളെ പോലീസുകാർ രാത്രി മുഴുവൻ സൂക്ഷിച്ചതിന് ശേഷം പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് അവിടെ ശബരിമലയിലേക്ക് കൊണ്ടുപോയല്ലോ. ആരുടെ പിന്തുണയിലാണ് കൊണ്ടുപോയത്? ദേവസ്വം ബോർഡിന്റെ പിന്തുണയിലാണ് കൊണ്ടുപോയത്. ഏത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള നിരുത്തരവാദികളായിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയിട്ടില്ലെങ്കിൽ സമാനമായ രീതിയിൽ കോടതി ലംഘനം നടത്തുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആളുകളാണ്. ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആൾ ഇവർക്ക് പെട്ടെന്ന് കേട്ട് ഒരു ദിവസം കയറി വന്നതൊന്നുമല്ലല്ലോ. ഇവർക്കറിയാമല്ലോ, ഇവരെ അറിയപ്പെടുന്ന ആളാണല്ലോ. ഇവരെ സംബന്ധിച്ച് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഈ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ കണ്ട് ഇതൊരു വിവാദപരമായ പ്രശ്നമാക്കി മാറ്റുവാനുള്ള പരിശ്രമം. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനമില്ല എന്നുള്ളതല്ല പ്രശ്നം. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കോടതി വിധിയെ ധിക്കരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ആ കോടതി വിധിയെ ധിക്കരിച്ച കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ ജാസ്മിനെ പോലെ തന്നെ വലിയ ഉത്തരവാദിത്വം ഗുരുവായൂരിൻ്റെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുകൊണ്ട്. ആ ഗുരുവായൂർ ദേവസ്വം ബോർഡിനും കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഒരുപാട് വിക്രികൾ ഇതിനുമ്പം കാണിച്ചിട്ടുണ്ടല്ലോ. പണ്ടൊരു കാലത്തൊരു നിയമം കൊണ്ടുവന്നിരുന്നവർ എങ്ങനെയാണെന്നറിയാമോ? സാരി പാടില്ല, സാരി ഉടുക്കാം, ചുരിദാർ പാടില്ല. ഞാൻ അതിനകത്ത് അവിടുത്തെ യോഗത്തിൽ ഞാൻ പോയിരുന്നു. ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ദേവസ്വം കമ്മീഷൻ എടുത്തുള്ള തീരുമാനമാണത്. ഞാൻ അതിനകത്ത് ചോദിച്ചിരുന്നു, ഈ സാരി കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി? 100 കൊല്ലത്തിൽ താഴെയായുള്ളൂ. അതിനുമ്പ് ഇവരെങ്ങനെ എടുത്തിരുന്നത്? ഇവരൊന്നും എടുക്കണ്ടാണ് അമ്പലത്തിൽ പോയിരുന്നത്? അല്ലല്ലോ. മറിച്ച് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള്, കമ്മീഷൻ അടക്കമുള്ള ആളുകള് ക്ഷേത്ര വിരുദ്ധന്മാരാണ്. അവർക്ക് ക്ഷേത്രത്തിൽ വിശ്വാസമില്ല. മറിച്ച് അവരുടെ വിശ്വാസമുള്ളത് അവിടുത്തെ ഭണ്ഡാരത്തിലാണ്. അവർക്ക് വിശ്വാസം. ഈ ഭണ്ഡാരത്തിൽ വിശ്വാസമുള്ളതിൻ്റെ പേരിൽ, ക്ഷേത്രത്തിൽ വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ അനാചാരങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് അനാചാരങ്ങൾക്കെതിരായിട്ട് ജനരോഷം ആളിക്കത്തിച്ച് ഈ ജനരോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ സർക്കാരിൻ്റെ നയപരിപാടികളുടെ ചട്ടുകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് ശക്തമായിട്ട് പ്രതികരിച്ചത് 1984 ഏപ്രിൽ മാസം അവസാനം അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ ചേർന്ന കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ യോഗമുണ്ട്. ആ യോഗത്തിന്റെ സമാപന സഭയിൽ സംസാരിക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അന്നത്തെ സംസ്ഥാന കാര്യവാഹായിരുന്ന അഡ്വക്കേറ്റ് ടി.വി. അനന്തനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പറയുന്ന ബോർഡുകൾ ആവശ്യമില്ല. ക്ഷേത്ര വിശ്വാസിക്കുള്ളതാണ്. അവിടെ ജാതിയും മതവുമല്ല നോക്കേണ്ടത്, വിശ്വാസിക്ക് ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി സാധിക്കണം എന്ന്
നിസ്സംശയം പറഞ്ഞാൽ എൻ്റെ കേരളത്തിന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാര്യവാഹമായിട്ടുള്ള അഡ്വക്കേറ്റ് ടി വി ആനന്ദനാണ്. മറിച്ച് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരാരൊക്കെയാണ്? അവരൊക്കെ മതേതരന്മാരാണ്. എന്താ മതേതരക്കാരൻ്റെ ലക്ഷണം? എന്താ മതേതരക്കാരൻ്റെ ലക്ഷണം? എനിക്ക് പലപ്പോഴും മതേതരക്കാരെന്നുള്ള നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടെങ്കിൽ സംശയമില്ല, ഇവൻ കടുത്ത ജാതിവാദിയാണ്, ഇവൻ കടുത്ത വർഗീയവാദിയാണ്, ഇവൻ മനുഷ്യത്വരഹിതനായിരിക്കുന്ന ആളാണ്, മനുഷ്യത്വം തൊട്ടു തീണ്ടാത്തവനാണ്, ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഞ്ഞിറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന സോക്കോൾഡ് മതേതരവാദികൾ. ഇതൊന്നും അല്ലല്ലോ രാഷ്ട്രീയ സ്വയം സേവക സംഘം അടങ്ങുന്ന സംഘപരിവാർ പറഞ്ഞത് ക്ഷേത്ര വിശ്വാസിക്ക് വിട്ടുകൊടുക്കണം. അത് രാഷ്ട്രീയക്കാരല്ല ഭരിക്കേണ്ടത്, രാഷ്ട്രീയക്കാരല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. രാഷ്ട്രീയക്കാർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്താണ് ചില ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആളുകൾ, ചില നടിമാരായിരിക്കുന്ന ആളുകൾ, അവരെയെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് ഈ അന്തരീക്ഷം ക്ഷേത്രത്തിന് വിരുദ്ധമായിട്ട് അവിടെ ഇപ്പം ആരും കേട്ടെന്താ പറയുക, അയ്യോ ഗുരുവായൂരിൽ ഭയങ്കര പ്രശ്നമാണ്, അവിടേക്ക് പോകരുതെന്നൊക്കെയാണ് പലരും പറയുന്നത്. അങ്ങനെ പലരും പോകരുതെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അതിനകത്ത് അവര് കോടതി വിധി പോലും ഈ പറയുന്ന ദേവസ്വം ബോർഡിന് പലപ്പോഴും പ്രശ്നമല്ല. കാരണം അവർ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ദക്ഷിണപ്രിയന്മാരാണ്, ഈ പറയുന്ന ഭണ്ഡാരപ്രിയന്മാരാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ. അവർ ഭണ്ഡാരത്തിൽ എത്ര രൂപ കിട്ടും, അത് അവർ ഏതെല്ലാം സ്ഥലത്താണ് അവർക്ക് നിക്ഷേപിക്കേണ്ടത്, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിന്റെ വിശ്വാസമോ ദേവന്റെ പ്രീതിയോ ഒന്നും അവരുടെ വിഷയമേ അല്ല. അവിടെ റീലെടുക്കാൻ അനുവദിക്കും, അവിടെ എന്തെങ്കിലും പരിപാടി നടത്താൻ വേണ്ടി അനുവദിക്കും, അതിൽ നിന്നെല്ലാം കൃത്യമായിട്ട് ഫീസ് വാങ്ങിക്കും. ആ ഫീസും സ്വാധീനവും ഒക്കെ ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇത്തരമുള്ള ആളുകൾ ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പൂർണ്ണമായി ഹിന്ദു വിരുദ്ധ പ്രവർത്തനമാണ് അവിടുത്തെ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ അനുചരന്മാരായിരിക്കുന്ന ആളുകളും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. അവിടെ ഈ വിഷ്ണു ഭഗവാനെ ഏറ്റവും കൂടുതൽ സ്തുതിഗീതങ്ങൾ പാടിയിട്ടുള്ള യേശുദാസിനെ പോലും ഗുരുവായൂർ പ്രവേശിപ്പിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ അവിശ്വാസികളെ പ്രവേശിപ്പിക്കാതിരിക്കുന്ന മനസ്സിലാക്കാം. ഇപ്പോഴും ഈ ഹിന്ദുക്കൾ എന്ന ആ ഒരു ബോർഡിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ട കാലത്ത് ഇപ്പോഴും അതിൽ കടിച്ചു തൂങ്ങേണ്ട ആവശ്യമുണ്ടോ? അല്ല, അത് ഒരു കാലത്തും പ്രസക്തിയുള്ളതല്ല. നിങ്ങൾ ഏത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലാണ് കേരളത്തിനുള്ളിൽ അഹിന്ദു എന്നുള്ള പദപ്രയോഗം ഉള്ളത്? ഇപ്പോൾ ഉത്തർപ്രദേശിൽ കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾ അയോധ്യയിൽ പോയിട്ട് എൻ്റെ പേര് അബ്ദുൽ റഹ്മാൻ എന്നാന്ന് പറഞ്ഞു, എന്താ പ്രശ്നമുള്ളത്? ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ആ ക്ഷേത്രത്തിൽ കയറാം, കാശിയിൽ ആർക്കും കയറാം, അല്ലെങ്കിൽ ഇവിടെ മറ്റുള്ള സോമനാഥ ക്ഷേത്രത്തിൽ ആർക്കും കയറാം. പക്ഷേ കേരളത്തിൽ കയറാൻ പാടില്ല. കേരളത്തിലാണ് ഗുരുവായൂർ കയറാൻ പാടില്ല, ചോറ്റാനിക്കര കയറാൻ പാടില്ല, വടക്കുംനാഥന് മുമ്പിൽ കയറാൻ പാടില്ല. കാരണം എന്താ? അവിടേക്ക് ഭരിക്കുന്ന ക്ഷേത്രവിശ്വാസികളാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഭരിക്കുന്ന മതേതരത്വക്കാരാണ്. കേരളത്തില് ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന മതേതരത്വക്കാരാണ്. ഈ മതേതരത്വക്കാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഇലക്ഷൻ നിന്ന് മത്സരിച്ച് തൂക്കും. പിന്നെ ഇവിടെ ഒരു ഗതികിട്ടാ പ്രേതം പോലെ അലിയാണ് ഇവര്. ഈ ഗതികിട്ടാ പ്രേതങ്ങൾ അല്ലെങ്കിൽ കാലുമാറി വരുന്ന ചില ആളുകളുണ്ട്. ഈ പറയുന്ന ചില ആളുകൾക്ക് പതിച്ചു കൊടുക്കുന്ന ചില താവളങ്ങളാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ, അതിന് ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ചില ആളുകൾക്ക് അഹിന്ദുക്കൾ എന്നുള്ള പറയുന്ന ചില പദപ്രയോഗങ്ങളും ചില ബോർഡുകളൊക്കെ സ്ഥാപിക്കാൻ സാധിക്കും. ഇതുപോലും അവരെ സംബന്ധിച്ച് വരുമാനത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് യേശുദാസിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ വിശ്വാസികളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന കാര്യാലയം സ്ഥിതി ചെയ്യുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. എറണാകുളത്തെ പാവക്കുളം ക്ഷേത്രം അടക്കം. അവിടെ നിങ്ങൾക്ക് ജാതി നോക്കാതെ കണ്ടാണ് അവിടെ കയറുക, അവിടെ മതം നോക്കാതെ കണ്ടാണ് കയറുക. എനിക്കറിയാം, ഞാൻ അടുത്ത സമയത്ത് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ക്രൈസ്തവ മതവിശ്വാസി അദ്ദേഹത്തിൻ്റെ മകളുടെ അസുഖത്തിന്റെ ഭാഗമായിട്ട് പുഷ്പാഞ്ജലി കഴിച്ചത് ആ കുട്ടിയുടെ പേരിലാണ് കഴിക്കുക. ഒരു മടി അവിടെ പാവക്കുളം ക്ഷേത്രത്തിലെ തിരുമേനിക്കില്ല, ക്ഷേത്ര ഭരണാധികാരികൾക്കില്ല. മറിച്ച് ഇവിടെയുള്ള ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിൽ ചെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതിത്താ ഇത്യാദി കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ക്ഷേത്രത്തെ നശിപ്പിക്കുവാനും ദേവചൈതന്യങ്ങൾ കുറയ്ക്കുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രവിരുദ്ധരായിരിക്കുന്ന, ക്ഷേത്രകാര്യങ്ങൾ താല്പര്യമില്ലാതിരിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഭണ്ഡാരപ്രിയന്മാരായിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികളാണ്. അവരാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് മുഖ്യമായിട്ടുള്ള കാരണക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.